നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ യുദ്ധത്തിൽ നിന്ന് ഒരിഞ്ച് പിന്മാറാതെ നിൽക്കുകയാണ് ഇസ്രയേൽ. വെടിനിർത്തലിൽ തീരുമാനമെടുക്കാതെ യുദ്ധവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രയേലിന് വലിയ വെല്ലുവിളി ഉയരുകയാണ്. യുദ്ധത്തിനിടെ വികലാംഗരായ ഇസ്രയേൽ സൈനികർ 70,000 പിന്നിട്ടുന്ന കണക്കുകൾ പുറത്തുവരികയാണ്. ഇസ്രായേൽ സൈനിക മന്ത്രാലയമാണ് ഈ പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 7-ന് ശേഷം മാത്രം കേന്ദ്രത്തിൽ 8,663 പേരെ പ്രവേശിപ്പിച്ചതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക്. ഇതിൽ 35% പേരും മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു. 21% പേർക്ക് ശാരീരികമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട്. 2024 അവസാനമാകുമ്പോഴേക്ക് പുതിയതായി 20,000 സൈനികരെ കൂടി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നാണ് സൈന്യം കണക്കുകൂട്ടുന്നത്. ഒക്ടോബറിന് ശേഷം ഓരോ മാസവും 1000-ലേറെ പേരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഇതിൽ 95% പേരും പുരുഷ സൈനികരാണ്. ഇതിൽ തന്നെ 70% പേർ റിസർവ് സൈനികരുമാണ്. പരിക്കേറ്റവരിൽ പാതിയും 18-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവ സൈനികരുമാണെന്നാണ് ഇസ്രായേൽ മെഡിക്കൽ കോൺഫറൻസ് പുറത്തുവിട്ട കണക്ക്. ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ 35% വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സൈനികരിൽ 40%വും വിഷാദം, അതുപോലെ തന്നെ ഉത്കണ്ഠ, പോസ്റ്റ് ട്രോമ, പിരിമുറുക്കം, ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നതെന്ന് ഇസ്രയേൽ മാധ്യമമായ അറൂട്സ് ഷെവ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രയേലി ടാങ്കുകൾ ഗാസ മുനമ്പിലെ നഗരമായ റഫയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടതോടെ 8 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ അറിയിച്ചു. അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ 5 പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി താമസക്കാർ പറഞ്ഞു. തീരദേശ എൻക്ലേവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽ മവാസി മേഖലയിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂടാരങ്ങളിൽ കനത്ത ഷെല്ലാക്രമണവും വെടിവെപ്പും ഉണ്ടായതായാണ് റിപ്പോർട്ട്. യുദ്ധം തുടങ്ങി 8 മാസങ്ങൾ പിന്നിട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇസ്രയേലിനെയും ഹമാസിനെയും വെടിനിർത്തൽ കരാറിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഗാസ മുനമ്പിന്റെ തെക്ക് ഭാഗത്ത് ഒരു കൂട്ടം പൗരന്മാർക്കും വ്യാപാരികൾക്കും നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 12 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ ബുധനാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു. റഫയുടെ വടക്ക് കിഴക്കായി സലാഹുദ്ദീൻ റോഡിലെ കെരേം ഷാലോം ക്രോസിംഗിലൂടെ ചരക്കുകളുമായി പോകുന്ന സഹായ ട്രക്കുകളുടെ വാഹന വ്യൂഹങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് പരിക്കേറ്റത് എന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ സൈന്യം പലസ്തീൻ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.